അപ്പോൾ 2024 കഴിയാറായിട്ടുണ്ട്. അപ്പോൾ 2024 ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കുറച്ച് പടങ്ങൾ, അതായത് എനിക്ക് ഏറ്റവും ബെസ്റ്റ് എന്ന് തോന്നിയിട്ടുള്ള കുറച്ച് പടങ്ങളെ പറ്റിയാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ അത് ആദ്യം തന്നെ എനിക്ക് 2024 ആദ്യം തന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടൊരു പടം, അതായത് നമ്മുടെ ഹൃത്തിക് റോഷന്റെ ഫൈറ്റർ എന്നൊരു പടം. അത് എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തിയേറ്ററിൽ പോയി കണ്ട് ഇഷ്ടപ്പെട്ടൊരു പടമാണ്. പക്ഷെ മിക്കവർക്കും ആ ഒരു പടം വലിയ രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടില്ല, വലിയ രീതിയിൽ ബോക്സ് ഓഫീസിൽ കളക്റ്റും ചെയ്തിട്ടില്ല ആ ഒരു പടം. എനിക്ക് ഒരു പടം തിയേറ്ററിൽ പോയി കണ്ടപ്പോൾ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടൊരു പടമാണ് ഫൈറ്റർ എന്ന് പറഞ്ഞ പടം. പിന്നെ രണ്ടാമത്തെ പടം നമ്മുടെ മമ്മൂക്കയുടെ ബ്രഹ്മയുഗം എന്ന് പറഞ്ഞ പടം. അടിപൊളി ഒരു പടമാണ്. ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് കൊടുവൻ പോറ്റിയായിട്ടൊക്കെ മമ്മൂക്ക അടിപൊളി അടിച്ചിരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നല്ല അടിപൊളി പടമാണ്. തിയേറ്ററിൽ പോയി കണ്ട് ഇഷ്ടപ്പെട്ടൊരു പടമാണ് ആ ഒരു പടം. പിന്നെ നമ്മുടെ ആടുജീവിതം, നമ്മുടെ രാജേട്ടൻ്റെ ആടുജീവിതം. ശരിക്കും പറഞ്ഞാൽ അവർ കുറെ കഷ്ടപ്പെട്ട് കുറെ വർഷത്തെ കഷ്ടപ്പാടായിരുന്നു ആ ഒരു പടം. ശരി, അതിനനുസരിച്ചൊരു ഒരു ഔട്ട്പുട്ട്, എന്താ പറയാ, ഒരു വിജയം അവർക്ക് കിട്ടിയിട്ടുണ്ട്. 100-150 കോടിക്ക് മുകളിൽ കളക്ഷൻ ഒക്കെ ചെയ്ത് അത്രത്തോളം വലിയൊരു വിജയമായിട്ടുണ്ട് ആ ഒരു പടം. ഫാസ്റ്റസ്റ്റ് ആയിട്ട് 50 കോടി 100 കോടി 150 കോടിയെ കളക്ട് ചെയ്തൊരു പടമാണ്. പിന്നെ അതിനകത്ത് രാജുവിടെ നല്ല അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ പുള്ളിയുടെ കരിയർ ബെസ്റ്റ് ആക്ടിങ് ആണ് ആ ഒരു പടത്തിൽ. അത്രത്തോളം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് പുള്ളി. പിന്നെ അടുത്ത പടം ഏപ്രിലിൽ ഇറങ്ങിയ ഒരു പടം, ഏപ്രിൽ 15 ഇറങ്ങിയ ഒരു പടം. വലിയ രീതിയിൽ ആ ഒരു പടം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആവേശമാണ് ആ ഒരു പടം. ഞാൻ വലിയ രീതിയിൽ എക്സ്പെക്ടേഷൻ ഒന്നും ഇല്ലാതാണ് ആ ഒരു പടം കാണാൻ പോയത്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു പടത്തിന്റെ ഡയറക്ടർ, അതായത് ജിത്തു മാധവന്റെ അതിന് മുമ്പുള്ള പടം നമ്മുടെ ഇതായിരുന്നു രോമാഞ്ചം. എനിക്ക് വലിയ രീതിയിൽ ഇഷ്ടപ്പെട്ടൊരു പടമൊന്നുമില്ല, ആവറേജ് ആയിട്ട് തോന്നിയ പടമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ അടുത്ത പടം വരുന്നു എന്ന് പറയുമ്പോൾ വലിയ എക്സ്പെക്ടേഷൻ ഒന്നും ഇല്ലായിരുന്നു. പിന്നെ ഫഹദിന്റെ കൂടെ ആണെന്നല്ലോ എന്ന രീതിയിൽ ഒരു ഇതുണ്ടായിരുന്നു. പിന്നീട് അതിന്റെ ഒരു ഫസ്റ്റ് ലുക്കൊക്കെ ഇറങ്ങി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് ടീസർ വന്നു, അത് കഴിഞ്ഞ് കുറെ പാട്ടുകളൊക്കെ വന്നു. ഇപ്പൊ ഒരു ചെറിയൊരു പ്രതീക്ഷയൊക്കെ വെച്ചിട്ടാണ് പോയി കണ്ടത്. പക്ഷെ തിയേറ്ററിൽ പോയി ഫസ്റ്റ് ഷോ പാടാൻ കണ്ടിറങ്ങി അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു. അത്രത്തോളം അടിപൊളി ഒരു പാടാണ്. ഒരു കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈ ചെയ്തൊരു പാടാണ്. ഞാൻ വീണ്ടും തിയേറ്ററിൽ 2-3 പ്രാവശ്യം പോയി കണ്ടൊരു പാടമാണ് ആവേശം. അതിനുശേഷം നമ്മുടെ ഗുരുവായൂരമ്പലം, അതായത് നമ്മുടെ ബേസിലും പൃഥ്വിരാജും ഒക്കെ ഒന്നിച്ച് വന്നൊരു പടം. അതും എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇഷ്ടപ്പെട്ടൊരു പടമാണ്. നല്ലൊരു പടമാണ്. കോമഡിയും കാര്യങ്ങളൊക്കെ എനിക്ക് വർക്കൗട്ടായി. അത്യാവശ്യം നല്ലൊരു പടമാണ് ആ ഒരു പടം. അതിനുശേഷം നമ്മുടെ പ്രഭാസിന്റെ കൽക്കി. ശരിക്കും പറഞ്ഞാൽ അതും ഒരു അടിപൊളി പടമാണ്. അത് എന്താ പറയുക, അതിന്റെ ഫസ്റ്റ് മറ്റേ മഹാഭാരത സീക്വൻസ് ഒക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാ സംഭവവും കമൽ സാറായാലും പിന്നീട് ക്ലൈമാക്സിലോട്ട് വരുമ്പോൾ പ്രഭാസിനെ കർണായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സീക്വൻസ് ഒക്കെ ശരിക്കും പറഞ്ഞാൽ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ആ ഒരു സംഭവമൊക്കെ ഇപ്പോഴും ഓർമ്മയുടെ തിയേറ്ററിൽ ലാസ്റ്റ് കാണുമ്പോൾ അതൊക്കെ അടിപൊളി സംഭവമാണ് ആ ഒരു പടം. അതും എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ട പടമാണ്. പിന്നീട് മഹാരാജ്, നമ്മുടെ വിജയ് സേതുപതിയുടെ പടം. ആ പടം ശരിക്കും പറഞ്ഞാൽ ആ പടം വലിയ പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു ആദ്യം. പക്ഷെ തിയേറ്ററിൽ പോയി കണ്ടു കഴിഞ്ഞപ്പോൾ അത്രത്തോളം അടിപൊളി ഒരു പടമായിരുന്നു. അതിന്റെ എല്ലാ തരത്തിലും അത് നല്ല അടിപൊളി ഒരു പടമായിരുന്നു ആ ഒരു പടം. അതിനുശേഷം നമ്മുടെ കില്ല്, നമ്മുടെ ഹിന്ദി പടം, നമ്മുടെ ലക്ഷ്യ അഭിനയിച്ച പടം. ശരിക്കും പറഞ്ഞാൽ അതിനും ഇതേപോലെ വലിയ എക്സ്പെക്ടേഷൻ ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ ഒരു ആക്ഷൻ പടം, കംപ്ലീറ്റ് ആക്ഷൻ എന്നൊക്കെ പറഞ്ഞ് ട്രെയിൻ നടക്കുന്ന സംഭവമൊക്കെ ആയിട്ടാണ് കണ്ടത്. ഒരു 1.25 മണിക്കൂറുള്ള പടം, 1.5 മണിക്കൂറുള്ള കംപ്ലീറ്റ് ആക്ഷൻ സീക്വൻസ്. അതായത് ചെറിയൊരു സ്പേസിൽ ട്രെയിൻ നടക്കുന്ന ഒരു സംഭവം, പക്ഷെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്, അടിപൊളിയായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ആ ഒരു പടം എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. പിന്നീട് അടുത്ത നമ്മുടെ പടമാണ് AR. അതും ഇതേപോലെ ഒരു വലിയ എക്സ്പെക്ടേഷൻ വെച്ചിട്ടല്ല ഒരു പടവും പോയി കണ്ടത്. കാരണം കുറെ നാള് വേണ്ടി ഈ പടത്തിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. അങ്ങനെ ഒരു ചെറിയൊരു എക്സ്പെക്ടേഷനൊക്കെ വെച്ചിട്ട് പടം പോയി കണ്ടു. അടിപൊളിയായിരുന്നു. തിയേറ്റർ ചെയ്ത് ശരിക്കും പറയാം അത്രത്തോളം സാറ്റിസ്ഫൈ ആയിട്ട് ഇറങ്ങിയൊരു പടമാണ്. ആ പടം ഞാൻ വീണ്ടും 2 പ്രാവശ്യം തിയേറ്ററിൽ പോയി കണ്ടു. എത്രത്തോളം എനിക്ക് ഇഷ്ടപ്പെട്ടവരാണ്. ടൊവിനോ ഒക്കെ ശരിക്കും പറഞ്ഞാൽ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് മണിയനും കുഞ്ഞിക്കേടും അജയനൊക്കെ സൂപ്പറാണ്. മീൻസ് അപ്പം അതിനകത്ത് മണിയന്റെ ക്യാരക്ടറൊക്കെ എത്രത്തോളം അടിപൊളിയായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. എല്ലാ തരത്തിലും ഫൈറ്റ് ആണെങ്കിലും എല്ലാ അടിപൊളിയായിട്ട് പടമാണ് ആ ഒരു പടം. അതിനകത്ത് മറ്റേ കിളിയതൊക്കെ പാട്ടൊക്കെ ഞാൻ എപ്പോഴും കേൾക്കും. അത് അടിപൊളിയാണ്. ആ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പാട്ടാണ്. അത് മാത്രമല്ല അതിനകത്തുള്ള എല്ലാ പാട്ടുകളും എല്ലാ സംഭവങ്ങളും സൂപ്പറാണ്. പിന്നീട് നമ്മുടെ ലക്കി ഭാസ്കർ എന്ന് പടം, അത് നമ്മൾ ദുൽഖറിന്റെ പടമാണ്. ദുൽഖർ തെലുങ്കിൽ പോയി ചെയ്ത പടമാണ്. അപ്പം ചെറിയൊരു എക്സ്പെക്ടേഷൻ ഒക്കെ വെച്ചിട്ട് തിയേറ്ററിൽ പോയി കണ്ടാണ്. ശരിക്കും പറഞ്ഞാൽ തിയേറ്റർ ചെയ്ത് അതും നല്ല രീതിയിൽ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈ ആയിട്ടാണ് തിയേറ്ററിൽ ഇറങ്ങി വന്നത്. കാരണം ആക്ഷനോ മാസ് ഡയലോഗോ ഒന്നുമില്ലാതെ അത്രത്തോളം കുറെ ഗൂസും കുറെ ഹൈ മൂമെന്റ്സ് ഒക്കെ തന്ന പടമാണ്. അത്രത്തോളം അടിപൊളി ഒരു പടമായിരുന്നു. പിന്നീട് അമരൻ നമ്മുടെ ശിവകാർത്തിയന്റെ പടം, നമ്മുടെ മേജർ മുകുന്ദ് വരദരാജ്, അദ്ദേഹത്തിന്റെ ബയോപിക് ഒക്കെ ശരിക്കും അടിപൊളിയായിട്ട് നല്ല നീറ്റായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് ആ ഒരു പടത്തിൽ. ആ പടം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടൊരു പടമാണ്. ശിവകാർത്തിയനൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള നല്ലൊരു വിജയം പടമായിട്ട് 100-300 കോടി കളക്ട് ചെയ്ത് ശിവകാർത്തിയന്റെ കരിയറിൽ ഹയസ്റ്റ് കളക്ഷനൊക്കെ ആയിട്ട് ആ ഒരു പടം ആയിട്ട് വന്നിട്ടുണ്ട്. അതിനുശേഷം പറയാനുള്ളത് ഒരു ആക്ഷൻ പടമല്ല, ഒരു നോർമൽ ഒരു ഫീൽ ഗുഡ് പടം. അതായത് നമ്മുടെ ഹിന്ദിയിൽ അറിയാം ലാപ്പത്ത ലേഡീസ്. ആ പടം ശരിക്കും പറഞ്ഞാൽ എന്താ പറയാ, അത്രത്തോളം അടിപൊളി ഒരു പടമാണ്. നമ്മളാ ഒരു പടം കണ്ടു കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു ഫീൽ കിട്ടും, ഒരു ഫ്രഷ്നെസ് കിട്ടും. അത്രത്തോളം ഒരു ഫീൽ ഗുഡ് പടമാണ്. നല്ല അടിപൊളി ഒരു പടമാണ്. കണ്ടു കഴിയുമ്പോൾ അത്രത്തോളം നമുക്ക് എന്താ പറയാ സാറ്റിസ്ഫാക്ഷൻ കിട്ടും. ഒരു പടം കണ്ടു കഴിയുമ്പോഴത്തേക്ക് അത്രത്തോളം അടിപൊളി ഒരു പടമാണ് അതും. പിന്നീട് നമ്മുടെ തമിഴിലെ ലബ്ബർ പന്ത് ആൻഡ് മെയ്യഴകൻ,
ആ 2 പടങ്ങളും എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇഷ്ടപ്പെട്ട പടമാണ്. അപ്പോൾ ലബ്ബർ പന്തിന്റെ കാര്യം പറഞ്ഞാൽ ആ ഒരു എന്താ ഗത്തും അൻപും തമ്മിലുള്ള ഒരു ഈഗോ ക്ലാഷ് ചെറിയൊരു സംഭവമാണ്, പക്ഷെ നല്ല അടിപൊളിയായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളി ഒരു പടമാണ് അതും. പിന്നീട് മെയ്യഴകൻ എന്ന് പറഞ്ഞ പടം നമ്മൾ ലാപ്പത്ത ലേഡീസ് ഒക്കെ പോലെ ഒരു ഫീൽ ഗുഡ് ഒരു നല്ല കിട്ടില്ല പടമാണ്. അത് ശരിക്കും പറഞ്ഞാൽ തിയേറ്ററിൽ വെച്ച് കാണാൻ പറ്റിയില്ല എന്ന് പറഞ്ഞൊരു ഇതൊന്നും നഷ്ടമുണ്ട്. ശരിക്കും ഞാൻ OTT വന്നപ്പോഴാണ് കണ്ടത്. പക്ഷെ അതൊക്കെ ശരിക്കും പറയപ്പം എന്താ പറയുക, അത് നമ്മളിങ്ങനെ കണ്ടു കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഫീൽ ഇടും, നമുക്ക് ഭയങ്കര ഒരു എന്താ പറയുക ഒരു സന്തോഷം കിട്ടും. നമ്മുടെ അരവിന്ദ് സ്വാമിയും കാർത്തിയൊക്കെ കൂടെ സംസാരിച്ചിരിക്കുന്ന കുറേ സീനൊക്കെ ഉണ്ട്. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ അത്രത്തോളം അടിപൊളിയായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അവര്. പിന്നീട് അതിനകത്ത് എന്താ പറയുക ഒരു 10-12 മിനിറ്റ് കട്ട് ചെയ്താണ്. അതൊക്കെ കൂടെ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ അടിപൊളിയായി. അതിനകത്ത് ഞാൻ കണ്ടിട്ടില്ല, ഞാൻ കട്ട് ചെയ്ത വർഷമാണ് കണ്ടത്. തിയേറ്ററിൽ ഒറിജിനലൊക്കെ ഉണ്ടായിരുന്നു, അത് കാണാൻ പറ്റിയില്ല. അതും കൂടെ കൊണ്ടായി ശരിക്കും പറഞ്ഞാൽ അടിപൊളിയായിട്ട് ശരിക്കും അടിപൊളി പടമാണത്. പിന്നീടൊരു സൈഫൈ മോക്യുമെന്ററിയാണ് നമ്മുടെ അരുൺ ചന്ദ് ഡയറക്ട് ചെയ്ത ഗഗനാചാരി എന്ന് പറഞ്ഞത്. അത് എത്ര പേര് കണ്ടിട്ടൊന്നും എനിക്കറിയാം, പക്ഷെ അടിപൊളി ഒരു പടമാണ്. അതൊരു പോസ്റ്റ് അപ്പോക്കലിപ്റ്റിക് വേൾഡിലൊക്കെ നടക്കുന്ന ഒരു കീഴകം പടമാണ്. ആ പടം ഒരു 10 പേരെ മൊത്തം അഭിനയിക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു അടിപൊളി ഒരു പടമാണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു പടം. അത് കാണാത്തവരൊക്കെ പോയി കാണാൻ ഒരു കിടിലം പടമാണ്. പുള്ളിയുടെ അടുത്ത പടത്തിലൊക്കെ വേണ്ടി അവൾ വെയിറ്റ് ചെയ്യുക. ഒരു സോംബി പടമൊക്കെ വരുന്നുണ്ട്, ഏതായിരുന്നു പേര് മറന്നുപോയി, ഒരു സോംബി പടം വരുന്നുണ്ട്. പിന്നീട് നമ്മുടെ സുരേഷ് ഗോപിയൊക്കെ വെച്ച് ഇതേ ഗഗനാചാരി അടക്കി യൂണിവേഴ്സിറ്റി അടക്കുന്ന ഒരു പടം വരുന്നുണ്ട്. അതിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യണം. ആൻഡ് അവസാനമായിട്ട് ഈ വർഷം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പടം അതാണ് നമ്മുടെ ഉണ്ണിമുകുന്ദന്റെ മാർക്കോ എന്ന് പറയുന്ന പടം. നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വയലന്റ് ആയിട്ടുള്ള പടം. അത് ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം നല്ല അടിപൊളി ഒരു പടമാണ്. പിന്നെ ഫസ്റ്റ് ഹാഫിലുള്ള കുറച്ച് പോരായ്മ, കുറച്ച് ലാഗൊക്കെ മാറ്റി എടുത്തിയാൽ ശരിക്കും പറഞ്ഞാൽ അടിപൊളി പടമാണ്. സെക്കൻഡ് ഹാഫൊക്കെ വേറെ ലെവലായിരുന്നു മാർക്കോയുടെ കാര്യം പറഞ്ഞാൽ. അപ്പോൾ ഇതൊക്കെയാണ് 2024 എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുറച്ച് പടങ്ങൾ. നിങ്ങൾക്ക് ഇതിനകത്ത് ഏതൊക്കെ ഇഷ്ടപ്പെട്ടു എന്നുള്ളത് കമന്റ് ചെയ്യുക. അതിനകത്ത് ഞാൻ പറഞ്ഞ പടങ്ങളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത പടങ്ങളുണ്ടെങ്കിലും കമന്റ് ചെയ്യുക. പിന്നീട് ഇതല്ലാതെ വേറെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പടങ്ങളിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. അപ്പൊ ശരി, ഇത്രയൊക്കെ ഉള്ളൂ.